ഹായ്, ഇന്നലെ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ പോർച്ചുഗീസ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഡച്ചുകാരെ നോക്കാം. ഹായ്, അപ്പം നമുക്കിന്ന് ഡച്ചുകാരെ നോക്കിയാലോ. 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് എന്ന് 1595 ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മസൂലി പട്ടണത്തിലാണ്. 1605 അതായത് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മസൂലി പട്ടണത്തിലാണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയത് 1658. അപ്പോൾ 1595 ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വന്നു. അവരാദ്യത്തെ ഫാക്ടറി മസൂലി പട്ടണത്തിലാണ്. അത് 1605. ഇനി ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയത് 1658. 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയത്. 1658 കൊല്ലവും 1663 കൊച്ചിയാണ് ഡച്ചുകാർ പിടിച്ചെടുത്തത്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ്. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. അപ്പോൾ ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ്. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. ഡച്ചുകാരാണ് ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ വാൻഗോയിൻസ് ആണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ വാൻഗോയിൻസ് ആണ്. ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനിയാണ് ഇന്തോനേഷ്യ. ഡച്ചുകാരാണ് കേരളത്തിലെ ആദ്യ കാർമലൈറ്റ് പള്ളി പണികഴിപ്പിച്ചത്. ഏത് പള്ളി? കാർമലൈറ്റ് പള്ളി. എറണാകുളത്താണ് ഡച്ചുകാർ ആദ്യ കാർമലൈറ്റ് പള്ളി സ്ഥാപിച്ചത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ്, അതായത് വലിയ കപ്പിത്താൻ. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഡച്ചുകാരാണ് ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ വാൻഗോയിൻസ് ആണ്. ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനിയാണ് ഇന്തോനേഷ്യ. ഡച്ചുകാരാണ് കേരളത്തിലെ ആദ്യ കാർമലൈറ്റ് പള്ളി പണികഴിപ്പിച്ചത്. എറണാകുളത്താണ് ഡച്ചുകാർ ആദ്യ കാർമലൈറ്റ് പള്ളി സ്ഥാപിച്ചത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ്. ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്സ്. അപ്പം എന്താണ്? ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്സ്. അപ്പോൾ നമുക്ക് ഈ ഹോർത്തൂസ് മലബാറിക്സിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിഞ്ഞാലോ, നോക്കിയാലോ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്സ് ആയിരുന്നു? ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്സ്. അഡ്മിറലായ വാൻഡിറ്റ് ആണ് ഹോർത്തൂസ് മലബാറിക്സ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത്. ആരായിരുന്നു ഹോർത്തൂസ് മലബാറിക്സ് തയ്യാറാക്കിയിരുന്നത്? അഡ്മിറലായ വാൻഡിറ്റ്. ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തി. എവിടെ നിന്ന്? ആംസ്റ്റർഡാമിൽ നിന്ന്. 12 വാല്യങ്ങളാണ് ഇതിനുണ്ടായിരുന്നത്. 1678 മുതൽ 1703 കാലത്താണ് പുറത്തിറക്കിയത്. മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്സ്. ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്സിൻ്റെ രചനയുമായി സഹകരിച്ച വൈദ്യൻ. ആരായിരുന്നു? ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്സിൻ്റെ രചനയുമായി സഹകരിച്ച വൈദ്യൻ. ഹോർത്തൂസ് മലബാറിക്സ് ആദ്യമായി ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ്. മലയാളത്തിലേക്ക്, അതായത് ഇട്ടി അച്യുതനായിരുന്നു ഹോർത്തൂസ് മലബാറിക്സിൻ്റെ രചനയുമായി സഹകരിച്ച വൈദ്യൻ. ഇത് ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ. ഹോർത്തൂസ് മലബാറിക്സിൻ്റെ രചനയുമായി സഹകരിച്ച കാർമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്സിലെ പ്രതിപാദ്യ വിഷയമാണ് മലബാറിലെ വൃക്ഷലതാദികൾ. ഇപ്പം ഹോർത്തൂസ് മലബാറിക്സിൽ എന്തായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്?
മലബാറിലെ വൃക്ഷലതാദികളെക്കുറിച്ചാണ്. തെങ്ങാണ് ആദ്യം പ്രതിപാദിക്കുന്ന കേരള സസ്യം. അപ്പോൾ അതിൽ ആദ്യം കൊടുത്തിട്ടുള്ള കേരള സസ്യം ഏതായിരുന്നു? തെങ്ങിനെ കുറിച്ചാണ് അതിൽ പ്രതിപാദിച്ചിരുന്നത്. അവസാനം പ്രതിപാദിച്ചിരുന്നത് ആൽവൃക്ഷം. അപ്പോൾ ആദ്യം തെങ്ങും പിന്നെ അവസാനം ആലുമായിരുന്നു. ഹോർത്തൂസ് മലബാറിക്സിൻ്റെ രചനയുമായി സഹകരിച്ച ഗൗഡസാരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവർ. അതായത് ഹോർത്തൂസ് മലബാറിക്സിൻ്റെ രചനയിൽ സഹകരിച്ച 3 ഗൗഡസാരസ്വത ബ്രാഹ്മണന്മാരായിരുന്നു രംഗഭട്ടും അപ്പുഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്സിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷകളാണ് ലാറ്റിൻ, അറബിക്, സംസ്കൃതം, മലയാളം. ഹോർത്തൂസ് മലബാറിക്സിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഷകളായിരുന്നു ലാറ്റിനും അറബിക്കും സംസ്കൃതവും മലയാളം. ഹോർത്തൂസ് മലബാറിക്സ് രചിച്ചത് പ്രധാനമായിട്ട് ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്സിൽ ലാറ്റിനും അറബിക്കും സംസ്കൃതവും മലയാളവും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കൂടിയും ഹോർത്തൂസ് മലബാറിക്സ് രചിച്ചത് ലാറ്റിൻ ഭാഷയിലായിരുന്നു. കേരളാരാമം എന്നായിരുന്നു ഗ്രന്ഥം അറിയപ്പെട്ടിരുന്നത്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്സ്. ഇത്രയാണ് ഹോർത്തൂസ് മലബാറിക്സിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് തീരപ്രദേശങ്ങളിൽ ഉപ്പളങ്ങൾ ഉണ്ടാക്കി ഉപ്പ് നിർമ്മാണം വ്യാപിപ്പിച്ചിരുന്നതാണ് ഡച്ചുകാർ. എന്തൊക്കെയായിരുന്നു? തീരപ്രദേശങ്ങളിൽ ഉപ്പളങ്ങൾ ഉണ്ടാക്കി ഉപ്പ് നിർമ്മാണം വ്യാപിപ്പിച്ചത് ഡച്ചുകാരാണ്. ചായം മുക്കുന്ന വിദ്യ കേരളത്തിൽ വ്യാപിപ്പിച്ചതും ഡച്ചുകാരാണ്. അപ്പോൾ തീരപ്രദേശങ്ങളിൽ ഉപ്പളങ്ങൾ ഉണ്ടാക്കി ഉപ്പ് നിർമ്മിച്ചിരുന്നു. അതേപോലെ തന്നെ ചായം മുക്കുന്ന വിദ്യ കേരളത്തിൽ വ്യാപിപ്പിച്ചതും ഡച്ചുകാരാണ്. ഡച്ച് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. 1555 പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച മട്ടാഞ്ചേരി കൊട്ടാരം ഡച്ചുകാർ പുതുക്കി പണിതതിനാൽ ഇത് ഡച്ചു കൊട്ടാരം എന്നറിയപ്പെടുന്നു. 1744 കൊച്ചിയിൽ ഡച്ചുകാർ ബോൾഗാട്ടി പാലസ് പണിതത്. ഏതാണ്? 1744 കൊച്ചിയിൽ ഡച്ചുകാർ ബോൾഗാട്ടി പാലസ് പണിതു. അപ്പോൾ ഇത്രയാണ് ഡച്ചുകാരെ കുറിച്ച് പറയുന്നത്. അവരുടെ കാലത്തുള്ളതായിരുന്നു ഹോർത്തൂസ് മലബാറിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് പോർച്ചുഗീസുകാരായിരുന്നു, സെക്കൻഡ് ഡച്ചുകാരായിരുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.